പോക്കോയുടെ പോക്കോ F6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ F6ൽ 6.6 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. അപ്പോൾ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ പോക്കോ F5ൽ 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോണിലും അതുപോലെ 12-bit ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1800 നിറ്റ്സ് ആയിരിക്കും. പിന്നെ 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡി വന്നേക്കാം. പിന്നെ mediatekൻ്റെ dimensity 8300 അൾട്ര എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇത് mediatek പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോസസ്സറാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിൽ വന്നേക്കാം. പിന്നെ ഫോൺ വിട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ ചേമ്പർ കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വന്നേക്കാം. Android 14 ബേസ് ആയിട്ടുള്ള ഹൈപ്പർവോയ്സ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAhൻ്റെ ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ടൈപ്പ് C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഫോണിൻ്റെ വില ചിലപ്പം ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പോക്കോയുടെ പോക്കോ F6 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.